പ്രൈസ് ദി ലോർഡ്. സ്നേഹമുള്ളവരെ, യെശയ്യാ 1-ാം അധ്യായം 2 മുതൽ 5 വരെയുള്ള തിരുവചനങ്ങളാണ് ഇന്ന് വിജയദിനത്തിനായി എടുത്തിരിക്കുന്നത്. ആകാശങ്ങളെ ശ്രവിക്കുക, ഭൂതലമേ ശ്രദ്ധിക്കുക. കർത്താവ് അരുളി ചെയ്യുന്നു, ഞാൻ മക്കളെ പോറ്റി വളർത്തി, എന്നാൽ അവർ എന്നോട് കലഹിച്ചു. കാള തൻ്റെ ഉടമസ്ഥനെ അറിയുന്നു, കഴുത അതിൻ്റെ യജമാനൻ്റെ തൊഴുത്തും. എന്നാൽ ഇസ്രായേൽ ഗ്രഹിക്കുന്നില്ല, എൻ്റെ ജനം മനസ്സിലാക്കുന്നില്ല. ആകാശവും ഭൂമിയും ഈ പ്രപഞ്ചം മുഴുവൻ സൃഷ്ടിച്ച ദൈവം പ്രപഞ്ചത്തെ നോക്കി വിലപിക്കുന്നതാണ് തിരുവചനങ്ങളിലൂടെ നാം കാണുന്നത്. എന്തുകൊണ്ടാണ് ദൈവം ഇപ്രകാരം വിലപിക്കുന്നത്? തിരുവചനം പറയുന്നു, ദൈവം തൻ്റെ ഛായയിലും സാദൃശ്യത്തിലും മനുഷ്യനെ സൃഷ്ടിച്ചു. നിർമ്മലമായൊരു ഹൃദയം മനുഷ്യന് നൽകി. മനുഷ്യന് വേണ്ടതെല്ലാം ദൈവം പ്രദാനം ചെയ്തു. ദൈവം നൽകിയ ഛായയും ആത്മാവും മനുഷ്യൻ നഷ്ടപ്പെടുത്തി. ഹൃദയം കഠിനമാക്കി, ഹൃദയം തിന്മകൾ കൊണ്ട് നിറച്ചു. മനുഷ്യൻ സൃഷ്ടാവിനെ ഉപേക്ഷിച്ച് സൃഷ്ടവസ്തുക്കളിലേക്ക് ശ്രദ്ധ ചെലുത്തി. അതുകൊണ്ടാണ് കർത്താവ് ഇപ്രകാരം വിലപിക്കുന്നത്, അവർ എന്നോട് കലഹിച്ചു എന്ന്. ഉൽപ്പത്തി 6:5 നാം കാണുന്നത്, ഭൂമിയിൽ മനുഷ്യൻ്റെ ദുഷ്ടത വർദ്ധിച്ചിരിക്കുന്നുവെന്നും അവൻ്റെ ഹൃദയത്തിലെ ചിന്തയും ഭാവനയും എപ്പോഴും ദുഷിച്ചതു മാത്രമാണെന്നും കർത്താവ് കണ്ടു. ഭൂമുഖത്ത് മനുഷ്യനെ സൃഷ്ടിച്ചതിൽ കർത്താവ് പരിതപിച്ചു. കർത്താവിൻ്റെ ഹൃദയത്തെ അത് വല്ലാതെ വേദനിപ്പിച്ചു. കാളയ്ക്കും കഴുതയ്ക്ക് പോലും അതിൻ്റെ യജമാനെയും അതിൻ്റെ വാസസ്ഥലം, തൊഴുത്തും എല്ലാം അവനറിയാം. പക്ഷെ ദൈവമക്കളായ നമുക്ക് ദൈവത്തെ മനസ്സിലാക്കാനോ നമ്മുടെ നിത്യ വാസസ്ഥലമായ സ്വർഗരാജ്യത്തെക്കുറിച്ചുള്ള ഒരു ബോധ്യമോ നമുക്കില്ല. നമ്മുടെ പൗരത്വം സ്വർഗത്തിലാണ് എന്ന് നാം മനസ്സിലാക്കുന്നുമില്ല. നമ്മുടെ ഇന്നത്തെ അവസ്ഥയെക്കുറിച്ച് നാം ചിന്തിക്കണം. നമ്മുടെ ഹൃദയത്തിൻ്റെ അവസ്ഥ എന്താണ്? ആത്മാവിൻ്റെ അവസ്ഥ എന്താണ്? നാം ഇന്ന് മരിക്കുകയാണെങ്കിൽ നമ്മുടെ ആത്മാവ് ഇവിടെ പോകും. അപ്പോൾ നമുക്ക് മനസ്സിലാവും, നാം സ്വർഗത്തിൽ എത്തിച്ചേരാനായിട്ട് വളരെ ബുദ്ധിമുട്ടാണ് എന്ന്. അതിനാൽ നാം അനുദപിച്ച് ദൈവം നമുക്കായി ഒരുക്കിയിരിക്കുന്ന സ്വർഗം ലക്ഷ്യമാക്കി ജീവിക്കുന്നതിലാണ് നാം കൂടുതൽ അധ്വാനിക്കേണ്ടത്. 1 കൊറിന്ത്യസ് 2:9 പൗലോസ്ലീഹ പറയുന്നു, ദൈവം തന്നെ സ്നേഹിക്കുന്നവർക്കായി സജ്ജീകരിച്ചിരിക്കുന്നവ കണ്ണുകൾ കാണുകയോ ചെവികൾ കേൾക്കുകയോ മനുഷ്യ മനസ്സ് ഗ്രഹിക്കുകയോ ചെയ്തിട്ടില്ല. യോഹന്നാൻ 14:1-2 തിരുവചനങ്ങളിലൂടെ കർത്താവ് പറയുന്നു, നിങ്ങളുടെ ഹൃദയം അസ്വസ്ഥമാകണ്ട, ദൈവത്തിൽ വിശ്വസിക്കുവിൻ, എന്നിലും വിശ്വസിക്കുവിൻ. എൻ്റെ പിതാവിൻ്റെ ഭവനത്തിൽ അനേകം വാസസ്ഥലങ്ങളുണ്ട്. ഇല്ലായിരുന്നുവെങ്കിൽ ഞാൻ നിങ്ങൾക്ക് സ്ഥലമൊരുക്കുവാൻ പോകുന്നു എന്ന് പറയുമായിരുന്നു. ഞാൻ പോയി നിങ്ങൾക്ക് സ്ഥലമൊരുക്കി കഴിയുമ്പോൾ ഞാൻ ആയിരിക്കുന്നിടത്ത് നിങ്ങളും ആയിരിക്കേണ്ടതിന് ഞാൻ വീണ്ടും വന്ന് നിങ്ങളെയും കൂട്ടിക്കൊണ്ട് പോകും. അപ്പോൾ യേശുവിൻ്റെ രണ്ടാമത്തെ ആഗമനത്തിൻ്റെ ലക്ഷ്യം നമ്മെയും കൂട്ടി സ്വർഗത്തിലേക്ക്, പിതാവിൻ്റെ പക്കലേക്ക് പോകുക എന്നതാണ്. അതിനുള്ള യോഗ്യതയാണ് ഈ ലോക ജീവിതത്തിലൂടെ നാം നേടിയെടുക്കേണ്ടത്. എന്ത് യോഗ്യതയാണ് നമുക്കതിന് വേണ്ടത്? നമുക്ക് വേണ്ടത് വിശുദ്ധിയാണ്. വിശുദ്ധി കൂടാതെ ദൈവത്തെ ദർശിക്കുവാൻ സാധിക്കുകയില്ല എന്ന് ഹെബ്രായർ 12:14 വിശുദ്ധ പൗലോസ്ലീഹ നമ്മെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. നാം ധരിച്ചു വച്ചിരിക്കുന്നത്, നാം വിശ്വസിക്കുന്നത്, നിത്യവും പള്ളിയിൽ പോയാൽ, വിശുദ്ധ കുർബാനയിൽ പങ്കുകൊണ്ടാൽ, വിശുദ്ധ കുർബാന സ്വീകരിച്ചാൽ, ജപമാല ചൊല്ലിയാൽ നമുക്ക് സ്വർഗത്തിൽ പോകാൻ സാധിക്കും എന്നതാണ്. എന്നാൽ നമ്മുടെ ഹൃദയം ഇതെല്ലാം നല്ലതാണ്, നമ്മെ വിശുദ്ധിയിലേക്ക് നയിക്കുകയും ചെയ്യും. എന്നാൽ നാം ഹൃദയത്തിൽ കാപട്യവും വഞ്ചനയും അനീതിയും ദുഷ്ടതയും വെറുപ്പും വൈരാഗ്യവും എല്ലാം സൂക്ഷിച്ചു വെച്ചുകൊണ്ട് എത്ര കൃത്യങ്ങൾ ചെയ്താലും അതൊന്നും വിശുദ്ധിയിലേക്ക് നമ്മെ നയിക്കുകയില്ല. വിശുദ്ധി വന്നാൽ മാത്രമേ ദൈവത്തെ കാണാനോ ദൈവത്തോടൊപ്പം ജീവിക്കുവാനോ നമുക്ക് സ്വർഗത്തിൽ പ്രവേശിക്കാനോ സാധിക്കുകയുള്ളൂ. വിദ്വേഷം മൂലം പലരും അശുദ്ധരായി മാറുന്നു എന്ന് പറയുന്നുണ്ട്.
ഹെബ്രായർ 12:15 യേശു പറയുന്നുണ്ട്, വിദ്വേഷം മൂലം പലരും അശുദ്ധരായി തീരുന്നു. 1 തെസ്സലോനിക്ക 4:3-7 തിരുവചനങ്ങളിലൂടെ പറയുകയാണ്, അശുദ്ധിയിലേക്കല്ല വിശുദ്ധിയിലേക്കാണ് നിങ്ങളെ വിളിച്ചിരിക്കുന്നത്. അതുകൊണ്ട് എന്ത് ചെയ്യണം? എല്ലാ അസന്മാർഗികതയിൽ നിന്നും നമ്മൾ ഒഴിഞ്ഞു മാറണം. വിശുദ്ധി നാം നേടിയെടുക്കണം. നിങ്ങളുടെ വിശുദ്ധീകരണമാണ് കർത്താവ് അഭിലഷിക്കുന്നത് എന്ന് തിരുവചനം പറയുന്നു. അപ്പോൾ എല്ലാ അശുദ്ധിയും ഉപേക്ഷിച്ച് ഹൃദയത്തിൽ വിശുദ്ധി വരുത്തി അനുദിനം ജീവിക്കുവാനായിട്ടാണ് നാം ശ്രമിക്കേണ്ടത്. എല്ലാവർക്കും ഒരു നല്ല ദിനം ആശംസിക്കുന്നു. ദൈവം നമ്മെ ഓരോരുത്തരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.